ഇതാണ് മലബാർ ചെസ്നട്ട്. അപ്പൊ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ ഈ മരത്തിന്റെ ഒക്കെ തടി കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇതൊരു പന്നിമരമാണ്. ഇത് പന്നിമരത്തിനോട് സാദൃശ്യമുള്ള ഒരു മരമാണ്. കണ്ട, ഇതിന്റെ ഇലകളും പന്നിമരത്തിനോട് സാദൃശ്യമുള്ള ഇലകളാണ്. പക്ഷെ ഇത് പന്നിമരമല്ല, ഇത് മലബാർ ചെസ്നട്ടാണ് കേട്ടാ. ഇത് നമുക്ക് കപ്പലണ്ടി പോലെ കഴിക്കാൻ പറ്റണ ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടാ, ഒരു നട്ടാണ്. അപ്പം നമുക്കിത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ റെയറായിട്ടാണ്. ഇനി യാതൊരു പരിചരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു പാകി മുളപ്പിച്ച തയ്യാ നട്ടത്. ഇതിൻ്റെ കുരു പാകി മുളപ്പിച്ചാൽ മതി നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കാനായിട്ട്. പിന്നെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാനും കിട്ടും. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കായ ഉണ്ടായപ്പോഴാണ് കാണുന്നത് തന്നെ. യാതൊരു പരിചരണങ്ങളൊന്നും ഇതിന് കൊടുത്തില്ല. പെട്ടെന്ന് വളരണ ഒരു മരമാണ്. കണ്ട, പെട്ടെന്ന് തന്നെ വളരും. നല്ല തടിയൊക്കെ വെക്കണ, തണലിലൊക്കെ വളരണ ഒരു നട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടാ. നമ്മളിപ്പോൾ ബദാമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കൂല, അതേ ടേസ്റ്റ് തന്നെയാണ് ഈ നട്ടിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വരണ്ട ഒരു പഞ്ഞിക്കായ പോലത്തെ ഒരു കായാണ് ഇതിൻ്റെത്. ഇത് മുകളിലോട്ട് പോണ മരമാണ്. കണ്ട, ഇതേപോലെ വളരണ മരമാണ്. പക്ഷെ ഇത് നമുക്ക് ഈ നട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തനിയെ പൊട്ടിയിട്ട്, ഇപ്പോൾ പഞ്ഞിക്കായൊക്കെ നമ്മൾ പൊട്ടി താഴെ വീഴില്ല, അതേപോലെ വീഴും. അപ്പോൾ നമുക്ക് പറിക്കാനൊന്നും ഒരു പ്രയാസമില്ല, കാരണം നമുക്ക് താഴെ നിന്ന് പെറുക്കി എടുക്കാനുള്ളൂ. പിന്നെ നമ്മൾ പച്ചനെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടും കിട്ടൂല, അതിന് ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം ഈ മരം എത്ര പൊക്കത്തിൽ പോയാലൊന്നും നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് നട്ടുകൾ പെറുക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ നട്ടൊക്കെ. പിന്നെ ഇത് കണ്ട, ഇതേപോലെ നല്ല ഭംഗിയിൽ വളരണ ഒരു മരമാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരം തന്നെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട, അത്യാവശ്യം നല്ല മരമാണ്. ഇതിപ്പോൾ ചെനപ്പുകളായിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വെട്ടിക്കൊടുത്തപ്പോൾ കുറേ ചെനപ്പുകളായിട്ടാണ് പോയത്. ആ ചെനപ്പുകളിലൊക്കെ എല്ലാ വർഷവും നിറച്ച് കായ ഉണ്ടാവും കേട്ടോ. കായകളൊക്കെ നമുക്ക് താഴേന്ന് പെറുക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കായകൾ. കണ്ട, ഇതാണ് ഈ നട്ടെന്ന് പറഞ്ഞാൽ. കണ്ട, ഇതേപോലെയാണ് ഇരിക്കണ നട്ട്. അപ്പോൾ ഇത് നമുക്കില്ലേ വെറുതെ പച്ചനെ നമുക്ക് കഴിക്കാണ്ട. നമുക്ക് ഇതേപോലെ തോല് പൊളിച്ചെടുത്തിട്ട്, കണ്ട, തോല് ഇതേപോലെ പൊളിക്കാൻ കിട്ടും. അപ്പം തോല് പൊളിച്ചിട്ട് ഇതേ കണ്ട, ഇതേപോലെ ഇരിക്കണേണ് പച്ചക്കപ്പലിൻ്റെയൊക്കെ പോലെ. നമുക്ക് വെറുതെ പച്ചനെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് പച്ചനെ കഴിക്കാനൊക്കെ. പിന്നെ നമുക്കിത് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കണണ്ട. കണ്ട, ഇതൊക്കെ ഇപ്പം ഞങ്ങൾക്ക് താഴേന്ന് പറക്കി കിട്ടിയാണ്. ഇതേപോലെ ഒരുപാട് ഡെയിലി വീണ് കിടക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു നട്ടാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള നട്ടാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നട്ട് കഴിക്കണത്. നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ നമുക്കിത് വളർത്താനായിട്ടൊരു പ്രയാസമില്ല. അപ്പം നമുക്കിതൊന്ന് പറിക്കാം. ഇതിൻ്റെ പച്ചക്കായ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം മലബാർ ചെസ്നട്ടിൻ്റെ പച്ചക്കായകളാണ് ഇത്. നമുക്കിതൊന്ന് പറിച്ച് നോക്കണ്ട. പൊക്കത്തെ കിടക്കാൻ നമുക്ക് തോട്ടിയിട്ടുണ്ടെങ്കിൽ പറിക്കാം. കണ്ട, എളുപ്പം പോരണ കായൊക്കെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ കായ. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത്. അപ്പം ഇതിങ്ങനെ തനിയെ പൊട്ടിയിട്ട് കണ്ട, ഇതേപോലെയാണ് ഇതിൻ്റെ തോലുകൾ. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട, ഇതേപോലെ തോലുകൾ ഇങ്ങനെ ഇടുന്ന തനിയെ ഇത് പൊട്ടി ഈ നട്ടിങ്ങൾ താഴേക്ക് വീണ് കിട്ടും. അപ്പം നമുക്ക് പറിക്കാനും. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണം. കണ്ട, കായയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കായ നമുക്ക് വിളവെടുക്കാനൊരു പ്രയാസമില്ലത് ഞാൻ പറഞ്ഞല്ലോ. ഇത് പൊട്ടി തനിയെ താഴേക്ക് വീഴും. ഇതിങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ പൊട്ടി താഴേക്ക് വീഴും. നമ്മൾ പച്ചനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു പോരാൻ പ്രയാസമാണ്. പിന്നെ മൂപ്പും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ കായൊക്കെ നമുക്ക് വീണ് കിട്ടും. പിന്നെ നമുക്കിത് വളർത്താൻ എളുപ്പമാണ്. കണ്ട, കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ചെടിയൊക്കെ തന്നെയാണ്. ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ നട്ട്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പാകി പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് മുളക്കണതാണ് ചെസ്നട്ടിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തൈകളൊക്കെ മേടിച്ച് വെക്കാം. സ്ഥലമുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാം ഈ ചെസ്നട്ട്. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കായൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ചെസ്നട്ടിൻ്റെ തൈയൊക്കെ മേടിച്ച് വെക്കുക. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ വെക്കുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ പലതരം നട്ടുകളുടെ മരങ്ങളൊന്നും എല്ലാവരും വെക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ചെസ്റ്റ്നട്ടിൻ്റെ ഒരു തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.